ക്രിസ്മസ് കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം ആഗോള സഭയിൽ നമ്മൾ കൊണ്ടാടുന്ന തിരുനാൾ എല്ലാവർക്കും അറിയാം. ഈശോയ്ക്ക് വേണ്ടി രക്തസാക്ഷികളായി ആദ്യത്തെ രക്തസാക്ഷികളായി മാറിയ കുഞ്ഞു പൈതങ്ങളെയാണ് തിരുസഭ പ്രാർത്ഥനയോടെ ഓർക്കുന്നത്. നമ്മൾ ഓർത്ത് നോക്കിയാലേ നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞുണ്ടായിട്ട് അതിനെ ലാളിക്കാനും സ്നേഹിക്കാനും കൊഞ്ചിക്കാനൊക്കെ അപ്പനും അമ്മയും കൂടപ്പിറപ്പുകളൊക്കെ മത്സരിക്കുന്ന നേരത്താണ് ഒരു രാജാവിൻ്റെ ഗർവവും അഹങ്കാരവും ഒക്കെ മൂലം 2 വയസ്സിന് താഴെയുള്ള കുട്ടികളൊക്കെ വധിക്കപ്പെടുന്നത്. ഒരു പ്രദേശം മുഴുവൻ കണ്ണീരിലായ ഒരു നിമിഷമല്ലേ. ഇതുമാത്രം സ്വപ്നങ്ങളായിരുന്നു അപ്പനും അമ്മയ്ക്കൊക്കെ. ആ പ്രദേശത്തുള്ള വീടുകളിലൊക്കെ ഒരു മകനും മകളും ജനിച്ചു വന്നപ്പോൾ എന്തുമാത്രം സന്തോഷമായിരുന്നു. പെട്ടെന്ന് എല്ലാ സന്തോഷങ്ങളും നഷ്ടപ്പെടുത്തിയ ഒരു ദിനം പോലെയല്ല ഈശോയുടെ രക്തസാക്ഷികളായ കുഞ്ഞു പൈതങ്ങളെ നമ്മൾ ഓർക്കുമ്പോൾ നമുക്കോർക്കാം ഗർഭിണികളായിരിക്കും നമ്മുടെ സഹോദരിമാരെ, മക്കൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെ, കൊച്ചു പൈതങ്ങളുള്ള നമ്മുടെ ബന്ധുക്കളെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ, അവരുടെ മാതാപിതാക്കളെ ഒക്കെ ഈ കുഞ്ഞു പൈതങ്ങളുടെ വലിയ അനുഗ്രഹങ്ങൾ കൊണ്ട്, സംരക്ഷണം കൊണ്ട് നമ്മുടെ വീട്ടിലുള്ള എല്ലാ ശിശുക്കളെയും ദൈവം ഈ തിരുനാൾ ദിവസം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ ദാനമാണ് മക്കളെന്ന് ഹൃദയത്തിൽ നമുക്ക് സൂക്ഷിക്കാം. ഇരുകൈകൾ നീട്ടി ദമ്പതികൾ തങ്ങളുടെ മക്കളെ ദാമ്പത്യ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം സമൃദ്ധമായി നമ്മളെ അനുഗ്രഹിക്കട്ടെ.